പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ പൂർത്തിയാവും. ഈ വീഡിയോ എടുക്കുമ്പോൾ എറണാകുളം ജില്ലാ സമ്മേളനം കഴിഞ്ഞു. ഉടനടി തന്നെ കണ്ണൂർ ജില്ലാ സമ്മേളനവും ഇടുക്കി ജില്ലാ സമ്മേളനവും കൂടി നടക്കും. അതുകൂടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ച അവസാനിക്കുന്നതോടുകൂടി കേരളത്തിലെ 14 ജില്ലകളിലും CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാവും. നമുക്കറിയാം, CPM ഇന്ന് പിണറായി വിജയൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊന്നും ഇതിനെ അലട്ടുന്നില്ല. കാരണം എല്ലാവരും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് വലിയ വിഭാഗീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകാൻ. പക്ഷേ അങ്ങനെ പൂർത്തിയാകാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഒരു വലിയ യുദ്ധം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അന്തിമ യുദ്ധം CPM-ൻ്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. സുഹൃത്തുക്കളെ, ആ യുദ്ധം എന്ന് പറയുന്നത് CPM-ൻ്റെ 2 സമുന്നത നേതാക്കന്മാർ തമ്മിലുള്ളതാണ്. അതിലൊരു വശത്ത് നിൽക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ MV ഗോവിന്ദനാണ്. മറുഭാഗത്ത് നിൽക്കുന്നതോ MV ഗോവിന്ദൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള CPM-ൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്ന 2-3 പേരിൽ ഒരാൾ എന്ന് പറയാൻ കഴിയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ EP ജയരാജനുമാണ്. EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ ഉള്ള യുദ്ധം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, EP ജയരാജനും MV ഗോവിന്ദനും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം ആരംഭിച്ചത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ സമയം മുതലാണ്. നമുക്കറിയാം, EP ജയരാജനേക്കാൾ വളരെ ജൂനിയറാണ് MV ജയരാജൻ. ആ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയ സമയം മുതൽ തന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സാവധാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്നും ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ടുപോകില്ല. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ MV ഗോവിന്ദനും EP ജയരാജനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു തെളിവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടും അത് നിർഭാഗ്യവശാൽ അത് ഒരു ചർച്ചയുമായില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ തമ്മിലുള്ള യുദ്ധം അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, അതിൻ്റെ പ്രധാനപ്പെട്ടൊരു തെളിവ് ഏതാണ്ട് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് 23 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മലയാള പത്രമായിട്ടുള്ള മാതൃഭൂമി ദിനപത്രത്തിന് ശ്രീമൻ EP ജയരാജൻ വിശദമായ ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ആ ദിനപത്രത്തിൻ്റെ കണ്ണൂർ ലേഖകനായിട്ടുള്ള ബിജു പരുവത്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ് EP ജയരാജനുമായിട്ട് വിശദമായ ഒരു അഭിമുഖം നൽകി. ആ അഭിമുഖം നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് നോക്കിയാൽ EP ജയരാജൻ MV ഗോവിന്ദനുമായിട്ടുള്ള അന്തിമ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, അഭിമുഖം ഒന്ന് വിശദമായി എടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നീക്കിയത് പ്രവർത്തനം വീഴ്ച മൂലമാണ് എന്നാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. കാരണം നമുക്കറിയാം, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയിരുന്നു. അത് പ്രവർത്തനത്തിൻ്റെ വീഴ്ച മൂലമാണെന്ന് MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടി എന്താണെന്നറിയാമോ? EP ജയരാജൻ്റെ അങ്ങനെ ഞാൻ പറയില്ല. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയത് പാർട്ടി നടപടിയല്ല. അപ്പം ആദ്യ ചോദ്യത്തിന് മറുപടി തന്നെ EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെ ഖണ്ഡിക്കുകയാണ്. അത് പാർട്ടി നടപടിയല്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആത്മകഥ എന്ന രീതിയിൽ പുറത്തു വന്നത് താങ്കൾ എഴുതിയതല്ലല്ലോ, വന്നത് എഴുതാത്ത കാര്യങ്ങളല്ലേ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യമാണ്. അതിന് പറയുന്നത്, എഴുതാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് മാത്രമല്ല, എഴുതാത്ത കാര്യങ്ങൾ പുറത്തു വന്നതിന് പുറകിൽ ഗൂഢാലോചനയുണ്ട് എന്നും EP ജയരാജൻ പറയുന്നു. എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നത്, അത് EP ജയരാജൻ പലപ്പോഴും പറഞ്ഞു. പക്ഷേ അതിന് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് EP ജയരാജൻ പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം എന്താ?
തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം EPയെക്കുറിച്ചിട്ടുള്ള വിവാദം വരുന്നുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്ന സമയത്ത് അദ്ദേഹം BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള വിമർശനം ഉയർന്നു വന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിവാദങ്ങൾ ഉയർന്നു വരുന്നല്ലോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് എന്നാണ്. എന്തുകൊണ്ട് എന്നെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം വരുന്നു? BJP നേതാവിനെ ഞാൻ കണ്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം. ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് EP ജയരാജൻ പറയുന്നത് ഈ വിവാദങ്ങളെല്ലാം ആസൂത്രിതമാണ് എന്നാണ്. അപ്പോൾ മുകളിലത്തെ ചോദ്യത്തിന് അദ്ദേഹം ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷമുള്ള ചോദ്യത്തിന് അദ്ദേഹം എന്ത് പറയുന്നു? ആസൂത്രിതമാണ് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായി ആസൂത്രിതമാണെന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണെന്നുള്ളതിന് മറുപടി വേണ്ടേ? ഉടനെ അടുത്ത ചോദ്യം, ആസൂത്രണം എന്ന് പറയുന്നത് EP ജയരാജൻ രാഷ്ട്രീയമായി തകർന്നു കാണണം എന്ന് ചിലർ ആഗ്രഹിക്കുന്നുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യം. എന്താ മറുപടി? അതുണ്ടാവാം. എന്നെ ചതിക്കാൻ ചിലർ കാത്തിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വാർത്ത കാണുമ്പോൾ ജയരാജൻ എന്തോ മോശം ചെയ്തു എന്നുള്ള തോന്നൽ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. പാർട്ടിക്കുള്ളിലും പുറത്തും എനിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. വളരെ ക്ലിയർ അല്ലേ? ഈ മറുപടി എന്ന് പറയുന്നത് MV ഗോവിന്ദനും മാത്രം എതിരായിട്ടുള്ളൊരു മറുപടിയല്ലേ ഈ മറുപടി. ആസൂത്രിതമാണോ തനിക്കെതിരെയുള്ള നീക്കങ്ങൾ എന്നുള്ളതിന് അതുണ്ടാവാം എന്ന് പറഞ്ഞ് EP ജയരാജൻ അടുത്ത് പറയുന്നതാണ്, തന്നെ ചതിക്കാൻ ചിലർ കാത്തിരിക്കുന്നു. MV ജയരാജൻ എന്തെങ്കിലും ഒരു മോശം ചെയ്തു എന്നുള്ള തോന്നൽ പാർട്ടിക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പാർട്ടിക്കുള്ളിലും എനിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് MV ഗോവിന്ദന് എതിരായിട്ടുള്ളതാണെന്നുള്ളത് 100% ഉറപ്പല്ലേ സുഹൃത്തുക്കൾ? ജനങ്ങൾക്ക് ബോധ്യമാണെന്ന് താങ്കൾ പറയുന്നു, പക്ഷേ പാർട്ടിക്ക് ബോധ്യമാകുന്നുണ്ടോ? താങ്കളെ ചതിക്കുന്നവർ പാർട്ടിക്കുള്ളിലാണോ? അതാണ് അടുത്ത ചോദ്യം. താങ്കളെ ചതിക്കാൻ നിൽക്കുന്നവർ പാർട്ടിക്കുള്ളിലാണോ? അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് ബോധ്യമുണ്ട്. പാർട്ടി എന്നത് ഒരു കുടുംബമാണ്, അല്ലാതെ ചതിക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരു ആൾക്കൂട്ടമല്ല. ക്ലിയർ അല്ലേ ആ മറുപടികൾ? MV ഗോവിന്ദൻ്റെ ചങ്കിന് തറയ്ക്കുന്ന മറുപടിയല്ലേ? താങ്കളുടെ ശത്രുക്കൾ പാർട്ടിക്കുള്ളിലുണ്ടോ? താങ്കളെ മാത്രം വിവാദത്തിലാക്കി കുരുക്കിയിടാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ് അടുത്ത ചോദ്യം. അതിനുള്ള മറുപടി എന്താണെന്നറിയോ? പാർട്ടിക്കുള്ളിലുള്ളവരെ പോലും എനിക്കെതിരെ തിരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓർത്തോണം. മാധ്യമങ്ങൾ ഉണ്ടാക്കിവിടുന്ന വിവാദങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, അതിലൂടെ ഇടതുപക്ഷത്തിനെതിരായ വികാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പാർട്ടിക്കാർ കൂടി എന്നെ സംശയിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കും അത് ബോധ്യമാകും. സുഹൃത്തുക്കളെ, ഇതിനപ്പുറത്ത് ഗോവിന്ദനെതിരെ എന്താണ് ഇനി ജയരാജൻ പറയാനുള്ളത്? പാർട്ടിക്കുള്ളിൽ ഉള്ളവരെ പോലും തനിക്കെതിരെ തിരിക്കുന്നു. മാധ്യമങ്ങളിൽ വിവാദം കണ്ടാൽ അത് ബോധ്യമാകും. എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, അതോടുകൂടി ഇടതുപക്ഷത്തിനെതിരെ വികാരമുണ്ടാക്കുക. അപ്പോൾ പാർട്ടിക്കാർ പോലും എനിക്ക് എതിരെ ആവും. ഇത് ഗൂഢാലോചനയാണ്. അവസാനത്തെ ചോദ്യം എന്താ? ഗൂഢാലോചനയുണ്ട് എന്ന് താങ്കൾ ആവർത്തിക്കുന്നു. അതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കാമോ? പാർട്ടിയിലെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? വളരെ അണിക്കുവോക്കലാണ് അതിനുള്ള മറുപടി. എനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലോ അല്ലേ? അതിനു പിന്നിൽ ആരാണെന്ന് ഞാൻ വിളിച്ചു പറയേണ്ട ഒന്നല്ല, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ആരെയും സംശയത്തിന് നിഴലിൽ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങളും എനിക്കിപ്പോൾ ബോധ്യമായി വരുന്നുണ്ട്. ഇത്തരം വാർത്തകൾ വരുന്ന വഴിയെക്കുറിച്ച് ചില വിവരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ പറയേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ EP ജയരാജൻ ഇനി ഇതിനപ്പുറം പരസ്യമായി എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായിട്ടുള്ള തൻ്റെ അന്തിമ യുദ്ധം EP ജയരാജൻ പരസ്യമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത്, ഇത് MV ജയരാജൻ MV ഗോവിന്ദൻ്റെ സ്ഥാനഭ്രംശത്തിലേക്കാണോ അതോ EP ജയരാജൻ പാർട്ടിയിലേക്ക് പുറത്തു പോകുന്നതിലേക്കാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സമരം, ഈ യുദ്ധം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക്
എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ അൺഇക്വോക്കലായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇ.പി. ജയരാജൻ മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ മറുപടി എന്ന് നിസ്സംശയം പറയാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.